ഹലോ ഓൾ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു ബജ്ജിയുടെ മാവാണ്. സോ ഈ ബജ്ജിയുടെ മാവിൽ നമ്മളുടെ യൂഷ്വൽ ബജ്ജീസ് എന്തൊക്കെയാണോ അതുപോലെ കുറച്ച് കടലമാവ്, അരിപ്പൊടി, ഉപ്പ്, കായംപൊടി, മഞ്ഞൾപ്പൊടി, മുളക് ഇത്രയും ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്തിരിക്കുകയാണ്. സോ ഇതൊരു ക്വിക്ക് റെസിപ്പിയാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ബേസ് മാത്രം കാണിച്ചിട്ട് പോകാം. ഇതാണ് നമ്മളുടെ ബജ്ജിയുടെ ബേസ്. സോ ഇത് നമുക്ക് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ട് തോന്നാം. ഇതാണ് പന്നിക്കൂർക്ക. നമ്മുടെ നാട്ടിലൊക്കെ പന്നിക്കൂർക്ക എന്ന് പറയും. ഈ പന്നിക്കൂർക്കയുടെ ഇലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കോൾഡ് ആൻഡ് കഫിനൊക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. സോ അത് ഹെൽത്തിയുമാണ്. അപ്പോൾ ഒരു ഹെൽത്തി ബജ്ജി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഇലേനെ ഞാൻ ജസ്റ്റ് രണ്ടാക്കിയിട്ട് ഇങ്ങനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ മാവിൽ മുക്കിയിട്ട് ഞാൻ വറുത്തു. ഇതാ നോക്കിക്കോളൂ, ഇതേപോലെ നമുക്ക് നല്ല പപ്പടം പൊളച്ച പോലെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യും കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ബജ്ജി വരുന്നത്. അപ്പോൾ നോക്കി, ആ ലീഫ് എനിക്ക് എൻ്റെ വീട്ടിലുണ്ടായ പന്നിക്കൂർക്കയാണ്. അപ്പോൾ കുറച്ച് വലിയ ഇല കിട്ടി എനിക്ക്, ഞാൻ അതിൽ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഇല കൊണ്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ. ബട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി. ഹാപ്പി കുക്കിംഗ് and take care. Try it. Okay, bye.